ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് 2 ദിനവൃത്താന്തം 5:14. ദേവാലയത്തിൽ കർത്താവിൻ്റെ തേജസ് നിറഞ്ഞു നിന്നതിനാൽ പുരോഹിതന്മാർക്ക് അവിടെ നിന്ന് ശുശ്രൂഷ തുടരുവാൻ സാധിച്ചില്ല. ദേവാലയം എന്നാൽ ദൈവം വസിക്കുന്ന ഇടം എന്നാണ്. അവിടം ദൈവത്തിൻ്റെ തേജസ്സിനാൽ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. പുരോഹിതന്മാർക്ക് പോലും അവിടെ നിന്ന് ശുശ്രൂഷ തുടരുവാൻ സാധിച്ചില്ല എന്ന് തിരുവചനം പറഞ്ഞു തരുമ്പോൾ ദേവാലയത്തിൻ്റെ മഹത്വം എത്ര വലുതാണ്. എൻ്റെ ദൈവം വസിക്കുന്ന ഇടമാ എൻ്റെ ദേവാലയം എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അങ്ങനെ ദേവാലയത്തെ കാണണം. അത്ര വലിയ ഒരുക്കത്തോടെ നാം ദേവാലയത്തിലേക്ക് എത്തണം. എൻ്റെ സർവസ്വമായ കർത്താവ് വസിക്കുന്ന ഇടത്തേക്കാണ് ഞാൻ എത്തുന്നതെന്ന ബോധ്യം നമുക്ക് ഉണ്ടാകണം. നാം നൽകുന്നതേ നമുക്ക് മടക്കി ലഭിക്കൂ. ഞാൻ വിതയ്ക്കുന്നതേ എനിക്ക് കൊയ്യാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ ഞാൻ ദേവാലയത്തിലേക്ക് എത്തണമോ? ദേവാലയത്തെ മഹത്വമുള്ളതായി കാണണമോ? ഈ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെ. കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.